ഹായ്, ഇന്ന് നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു അര ഗ്ലാസ്സിൽ താഴെ ചെറുപയർ ഞാൻ എടുത്തിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം 2-3 മണിക്കൂറായിട്ടിട്ട് ഇനി നമുക്കിതൊരു കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക്, ഒരു 3-4 ചുവന്നുള്ളി, ഒരു 2 വെളുത്തുള്ളി, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിനേക്കൊക്കെ വെള്ളം കൂടെ ഒഴിച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ച് അവിടെ എയർ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരത്തേക്കിന് നമുക്ക് മറ്റൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും ഒരു നുള്ളി ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോകരുത്, ചുവ കൂടുതലായിട്ട് വരും. ഒരു 8-10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയറും തക്കാളിയും എല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ ഉടച്ചത് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചാറിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി റെഡി.